മഹത്വത്തിന്റെ രാജാവ് മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യ കവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം. ഈശോ ഇത് പറഞ്ഞതിന് ശേഷം ജെറൂസലേമിലേക്ക് കയറി. മുമ്പേ പൊക്കൊണ്ടിരുന്നു. ഒലിവുമലയ്ക്കരികിലുള്ള ബെഥനിയായ്ക്കും അടുത്തെത്തിയപ്പോൾ ഈശോ 2 ശിഷ്യന്മാരെ വിളിച്ച് ഇപ്രകാരം നിർദ്ദേശം അയച്ചു: എതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുവിൻ. അതിൽ പ്രവേശിക്കുമ്പോൾ ഒരിക്കലും മനുഷ്യരാരും ഇരുന്നിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണാം. അതിനെ അഴിച്ചുകൊണ്ട് വരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിന് ആരെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ പറയണം: കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അയക്കപ്പെട്ടവർ പോയി ഈശോ അവരോട് പറഞ്ഞതുപോലെ കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ അവരോട് ചോദിച്ചു: 40 ദിവസത്തെ നോയമ്പാചരണമെല്ലാം കഴിഞ്ഞ് 10 ദിവസത്തെ കർത്താവിനോട് കൂടിയുള്ള വലിയ പീഡാനുഭവത്തിന്റെയും സഹനത്തിന്റെയും അവിടുത്തെ ഉയർപ്പിന്റെയും ഒക്കെ അനുഭവങ്ങളിൽ പങ്കുചേരുവാൻ വേണ്ടി നമ്മൾ ആയിരിക്കുകയാണ്. ഇന്നത്തെ വായനകളിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുമ്പോൾ ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നു കർത്താവ് യൂദാ ഗോത്രത്തിന് അവർ രക്ഷിക്കുന്നതായിട്ട് അനുഗ്രഹത്തിന്റെ വലിയ കാര്യങ്ങൾ അവർക്ക് പറയുന്നു. യൂദാ നീ എല്ലാവരാലും പ്രകീർത്തിക്കപ്പെടും. തന്റെ സഹോദരനായ ജോസഫിനെ കൊല്ലുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ യൂദാ മാത്രമാണ് പറയുന്നത്: അവനെ കൊല്ലണ്ട, നമുക്ക് അവനെ കൊല്ലുന്നത് ശരിയല്ല, നമ്മുടെ സഹോദരനാണ്. അടിയോ